Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next chapter. അപ്പോൾ നമ്മളുടെ തൊട്ട് മുന്നത്തെ ക്വാഡ്രിലാറ്ററൽ സ്റ്റാർട്ടറിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നന്നായി തന്നെ പഠിക്കാം. അതിന് പുറമേ ആയിട്ട് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ സ്റ്റാർട്ടറിൽ ചെയ്യാനില്ല. ബിക്കോസ് മിഡ് പോയിന്റ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അത് തന്നെ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ക്വാഡ്രിലാറ്ററൽ സ്റ്റാർട്ടറിൽ നമ്മൾ അധികം EQ സെഷൻസ് വെക്കാഞ്ഞത് തന്നെ. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് നന്നായി തന്നെ പഠിക്കുക, ഇൻക്ലൂഡിങ് നമ്മളുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, അതേമാതിരി തന്നെ മിഡ് പോയിന്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, പ്രൂഫ്, അങ്ങനത്തെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ്. അപ്പോൾ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ 8th-ലും 7th-ലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓരോരോ ഷേപ്പിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, വോളിയം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ നമ്മളുടെ ഈ ഒരു 9th ലെവലിൽ 3 ഷേപ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്: കോൺ, സ്പിയർ ആൻഡ് ഹെമിസ്പിയർ. അപ്പോൾ ഈ 3 ഷേപ്സിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു കോൺ. നമ്മൾ ആദ്യം എല്ലാ ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇക്വേഷൻസ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് ആദ്യം പഠിക്കുന്നു, ഫോർമുലാസ് പഠിക്കുന്നു. ഫോർമുലാസ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ. സോ ദിസ് ഈസ് എ കോൺ. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ, ഐസ്ക്രീമിന്റെ താഴെയുള്ള കോൺ. ഓക്കെ, അപ്പൊ ആ ഒരു ഇതാണ് കോൺ. കോണിൽ എങ്ങനെയാണ് 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഇവിടെ നിന്ന് തൊട്ട് മുകളിൽ നിന്ന് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിളിൽ നമുക്ക് എന്തായാലും അറിയാം റേഡിയസ് ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് റേഡിയസ്. കോണിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്, അതായത് നേരെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ളത് എന്താണ്, h ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കോൺ ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ L ആൻഡ് ഇറ്റ് ഈസ് ദ സ്ലാൻ ഹൈറ്റ്. ഓക്കെ, അപ്പൊ 3 പാരാമീറ്റേഴ്സ് ആണ് കോണിനുള്ളത്: സ്ലാൻ ഹൈറ്റ്, റേഡിയസ്, അതേമാതിരി തന്നെ വെർട്ടിക്കൽ ഹൈറ്റ് ആയിട്ടുള്ള h. നെക്സ്റ്റ് CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ, അതായത് പുറമേയുള്ള ഏരിയ. കർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ്. ഓക്കെ, അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് π × r × L. r അറിയാം, L അറിയാം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ CSA ബൈ π × r × L. ഓക്കെ, അപ്പൊ പൈന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 22/7 എടുക്കാൻ പറയും, അല്ലെങ്കിൽ 3.14 എടുക്കാനായിട്ട് പറയും. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 22/7 തന്നെ എടുത്ത് സോൾവ് ചെയ്യാം. അല്ല 3.14 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്ത് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് TSA. TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയും ഇൻക്ലൂഡഡ് ആണ്. CSA എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഔട്ടർ ഏരിയ മാത്രമാണ്. TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ π r × L + r. ഓക്കെ, ഇക്വേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചൊരു തെറ്റാൻ സാധ്യതയുള്ളത്. നന്നായി പഠിച്ചു വെച്ചാൽ മതി. ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ്. നെക്സ്റ്റ് L അറിയില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സ്ലാൻ ഹൈറ്റ് L ബൈ ഫോർമുല √r² + h². r-ന്റെ സ്ക്വയറും h-ന്റെ സ്ക്വയറും, അതായത് നമ്മൾ പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ്. ഇതാണ് 90 ഡിഗ്രി എന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ആണ്. ദാറ്റ് ഈസ് L is equal to √r² + h². പൈത്തഗോറസ് തിയറം ഇവിടെ നിന്ന് തന്നെ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 1/3 π r²h. ഇക്വേഷൻസ് നന്നായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് ഡെയിലി അത് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് സ്പിയർ ആണ്. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ ഫുട്ബോൾ അങ്ങനത്തെ ബോൾ ഇല്ലേ, അത് സ്പിയർ ആണ് അല്ലെ. അപ്പൊ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ which has radius r is given by the formula 4π r². സർഫസ് ഏരിയ എന്ന് മാത്രമേ നമ്മൾ സ്പിയറിൽ പറയുള്ളൂ. അതിൽ CSA TSA എന്ന് പറയില്ല. സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TSA തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ TSA ഓഫ് എ സ്പിയർ is given by 4π r² and volume is 4/3 π r³. ഇവിടെ 4 ആയതുകൊണ്ട് വോളിയത്തിലും എന്തെടുക്കുക, 4 തന്നെ എടുക്കുക. അങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പിയറിന്റെ പകുതി. സോ സ്പിയറിന്റെ വാല്യൂന്റെ പകുതി ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഹെമിസ്ഫിയറിന്റെ വാല്യൂസ് വരുന്നുണ്ടാവുക. സോ ഹെമിസ്ഫിയറിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π r² ആണ്. ആൻഡ് TSA is 3π r² ആൻഡ് വോളിയം is 4/3 π r³. ഇവിടെ വന്നപ്പോൾ എന്തായിരിക്കും, ഇവിടെ 2/3 π r³ ആണ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ അതേമാതിരി തന്നെ ഏരിയയിൽ എപ്പോഴും സ്ക്വയർ ടേംസ് ആണ് വരുന്നുണ്ടാവുക. വോളിയത്തിലാണ് ക്യൂബ് ടേംസ് വരുന്നുണ്ടാവുക. സ്പിയറിന്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. കോണിൻ്റെയിൽ
1/3 പൈ ആർ സ്ക്വയർ എച്ചും കൂടെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിക് ടേംസ് ആണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർത്ത് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ എന്ത് ചെയ്യാം, ഓർത്ത് പഠിച്ചു വെക്കുക കേട്ടോ. സോ ദിസ് ആർ ദ ഇക്വേഷൻസ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റുവൽ എക്സസൈസ്. ടെക്സ്റ്റുവൽ എക്സസൈസിൽ കുറേ എക്സസൈസ് ഒക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലത്തെ ആണെങ്കിൽ ഡിലീറ്റഡ് ആണ്. നമുക്കിപ്പോൾ വേണ്ടത് കോണിൻ്റെയും സ്പിയറിൻ്റെയും സെക്ഷൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഡയാമീറ്റർ ഓഫ് ദിസ് ഇസ് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമത്തെ എക്സസൈസ് ആണ്. ചിലപ്പോൾ അപ്ഡേറ്റഡ് ടെക്സ്റ്റിൽ ഫസ്റ്റ് എക്സസൈസ് ആയിരിക്കും. എന്തായാലും കോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എക്സസൈസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒന്ന് എടുത്തു വെക്കാം. പൈ 22/7 ആണ് എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് 3 or 1, 1 or 3 ആയിരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എടുത്തു വെക്കാം. First question is diameter of the base of a cone is 10.5. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം എടുത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കാം. That is diameter is given as 10.5 centimeter and slant height is 10 centimeter. Slant height എപ്പോഴും 10 L ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം and it is given as 10 centimeter. Find the curved surface area. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് അതൊക്കെ എഴുതി വയ്ക്കുക. എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് നമുക്കറിയാം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡയാമീറ്റർ ഡിവിഷൻ 2, ദാറ്റ് ഈസ് 10.5 ഡിവിഷൻ ചെയ്യേണ്ട CSA ആണ്. CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 22/7, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5.25, എൻ്റെ എൽ എത്രയാണ്, എൽ 10 ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 165 centimeter square. 165 centimeter square. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 22 × 10 × 5.25 ചെയ്യുക. ഡിവിഷൻ ബൈ 7 ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ഓഫ് 165. അപ്പോൾ ഈ സർഫസ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും ഡിവിഷനും ചെയ്യാനും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അപ്രോക്സിമേറ്റ് വാല്യൂസ് എങ്കിലും കണ്ടുപിടിച്ച് എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാനായിട്ട് നോക്കുക കേട്ടോ. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.